പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഫാമിലി കോടതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ദമ്പതിമാരെല്ലാം പ്രത്യേകിച്ച് കേട്ടിരിക്കണം. ദമ്പതിമാർ കേൾക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബങ്ങളും കേട്ടിരിക്കുന്നത് ഉചിതമാണ്. കാരണം ചില കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇനി ചില കാര്യങ്ങൾ അത്തരത്തിൽ സംഭവിക്കാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ എല്ലാവരും എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ദമ്പതിമാർ മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളും ഇത് കാണണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. ഇത് പ്രശ്നം സ്ത്രീധനവും അതുമായി ബന്ധപ്പെട്ടതും മാത്രമാണെന്ന് കരുതരുത്. കാരണം തുകകൾ കൈമാറുമ്പോൾ ആ തുകയ്ക്ക് കോടതി എന്ത് മാനമാണ് കൽപ്പിക്കുന്നത് എന്നുകൂടി അറിയുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കാര്യത്തിൽ. ഇതിലെ കഥാപാത്രങ്ങളെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ഈ ഫാമിലി കോർട്ടിൽ അപേക്ഷ കൊടുത്ത വ്യക്തി കൊടുങ്ങല്ലൂർ വാഴിക്കോട് പത്താൻകോട് ഷൈൻ മോൾ എന്ന് പറയുന്ന വിവാഹിതയായ സ്ത്രീയാണ്, ഭാര്യയാണ് ഇത് കൊടുത്തത്. 2022 ഈ കേസ് ഇരിങ്ങാലക്കുട ഫാമിലി കോർട്ടിൽ നൽകുന്നത്. വിവാഹമോചിതരായ ഭാര്യയാണ് ഇത്. ഭർത്താവിൻ്റെ പേര് എന്ന് പറയുന്നത് തൃശ്ശൂർ കാളത്തോട് പാളയംകോട് ബോസ്കി എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും പ്രതിസ്ഥാനത്ത് ചേർത്തുകൊണ്ടാണ് ഈ കുട്ടി ഷൈൻ എന്ന് പറയുന്ന വ്യക്തി ഭാര്യ ഈ പരാതി നൽകുന്നത്. പ്രശ്നം ഇതാണ്, കുടുംബവും ഈ ഭർത്താവും മാനസികവും ശാരീരികവുമായി തങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ചു. മകളുണ്ട്, തൻ്റെ കയ്യിൽ നിന്നും 100 പവൻ ആഭരണം എടുത്തു. മാത്രമല്ല ഗൃഹോപകരണങ്ങൾ മുഴുവൻ ഈ ഭർത്താവിൻ്റെ കുടുംബം എടുത്തു. മകൾക്കും തനിക്കും നാളിതുവരെയായി ചെലവിന് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കോടതിയുടെ ഉത്തരവ് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ അപേക്ഷയിൽ ഉണ്ടായിരുന്നത്. കോടതി ഈ കാര്യമെല്ലാം പരിശോധിച്ചതിന് ശേഷം നൽകിയ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ് നിങ്ങൾ കേട്ടിരിക്കേണ്ടത്. 2007 വിവാഹിതരായി 2021 ഇവർ വിവാഹമോചനം നടത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഫാമിലി കോർട്ടിലൊക്കെ വരുമ്പോൾ വാദപ്രതിവാദങ്ങൾ രണ്ട് വിഭാഗവും രക്ഷപ്പെടുന്നതിന് വേണ്ടി പലപ്പോഴും സമർപ്പിക്കും. രക്ഷപ്പെടുന്നതിന് വേണ്ടി കൂടുതലും കാര്യങ്ങളുമായി വരുന്നത് പ്രതിസ്ഥാനത്ത് ഉള്ളവരാണ്. വാദി ആദ്യമേ തൻ്റെ വാദഗതികൾ പെറ്റീഷനകത്ത് പറയും, അതുപോലെ പ്രതിയും അത് പറയും. പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി കൂടുതലും പഴുതുകൾ തേടുന്നത് പലപ്പോഴും പ്രതിസ്ഥാനത്തുള്ള ഭർത്താവായിരിക്കും. ഭാര്യയാണ് പെറ്റീഷണറെങ്കിൽ പ്രതിസ്ഥാനത്ത് ഭർത്താവും അദ്ദേഹത്തിൻ്റെ കുടുംബവും വരാറുണ്ട്. ഭർത്താവിനെ മാത്രമായിട്ടായിരിക്കില്ല പലപ്പോഴും പ്രതിസ്ഥാനത്ത് കൊണ്ടുവരിക, ഭർത്താവിൻ്റെ വീട്ടുകാരെയും കൊണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് കഴിഞ്ഞ ഒരു ഭാര്യ ആയിരിക്കും. അത് ഉറപ്പാണ്. മിക്കവാറും ഫാമിലി കോർട്ട് കേസുകളിൽ ഈ വരുന്നതിൽ നല്ലൊരു ഭാഗവും ഭർത്താവിൻ്റെ കുടുംബക്കാരെ കൂടി ചേർത്തുകൊണ്ടാണ്. ഭർത്താവ് കൊടുക്കുന്നുണ്ടെങ്കിൽ തിരിച്ചും അദ്ദേഹം കുടുംബക്കാരെ കൂടി ഈ പ്രതിസ്ഥാനത്ത് കയറ്റാറുണ്ട്. കോടതി പറഞ്ഞത് 100 പവൻ ഭാര്യയുടെ കയ്യിൽ നിന്നും നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 100 പവനും അവർക്ക് കൊടുക്കണം. ഇനി ഗോൾഡ് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അനുസരിച്ചിട്ടുള്ള തുക ഭാര്യയ്ക്ക് കൊടുക്കണം. പലപ്പോഴും ഈ ഗോൾഡ് എടുക്കുമ്പോഴുള്ള തുകയാണ് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത്. ആ രക്ഷപ്പെടൽ അനുവദനീയമല്ല. അന്ന് ഗോൾഡ് എടുത്തപ്പോൾ അന്ന് ഈ ഗോൾഡിന് 20,000 രൂപയാണ്. ഈ പെറ്റീഷൻ കൊടുക്കുന്ന സമയത്ത് 100 പവൻ ഗോൾഡിൻ്റെ വില 20,000 രൂപയായിരുന്നു. ഇപ്പോഴോ എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അത് 64,000 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഗോൾഡ് കൈവശം ഇപ്പോൾ ഇല്ല, അതെടുത്തു മാറ്റി എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 100 പവൻ്റെ മാർക്കറ്റ് വില നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ വിവാഹം കഴിച്ച ഈ സ്ത്രീ പെറ്റീഷൻ കൊടുത്ത ഈ ഭാര്യ എന്ന് പറയുന്ന ആൾ പുനർവിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പം പുനർവിവാഹം കഴിച്ചതുവരെ ഉള്ള ഭാര്യയ്ക്കും മകൾക്കുമുള്ള മെയിൻ്റനൻസ് തുകയും, അതായത് അവരുടെ ചെലവിനുള്ള തുകയും കൊടുക്കണം. അത് എല്ലാം കൂടി 12,80,000 രൂപയാണ്
കോടതി കണക്കാക്കിയത് ഈ തുകയും കൊടുക്കണം. 2014 മുതലാണ് മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ ചെലവ് കൊടുക്കാൻ കോടതി വിധിച്ചിരിക്കുന്നത്. അപ്പം അതിന് ഉള്ള തുകയും ഇവർ കൊടുക്കാനുണ്ട്. മാത്രമല്ല ഈ ഭാര്യയിൽ നിന്നും ഭർത്താവിൻ്റെ വീട്ടുകാർ 8 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അതും തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ഗൃഹോപകരണങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായ തുകയും കൊടുക്കാനാണ് കോടതി വിധി പറഞ്ഞത്. ഭർത്താവിൻ്റെ വാദം എന്ന് പറയുന്നതും കൂടി നിങ്ങൾ കേട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞത് ഈ ഇത്രയും ഗോൾഡൊന്നും വാങ്ങിയിട്ടില്ല, ഞങ്ങളുടെ കൈവശം നിന്ന്, എൻ്റെ കൈവശം നിന്ന് 58 പവൻ ഭാര്യ വാങ്ങിയിട്ടുണ്ട്, അത് എനിക്ക് തിരികെ നൽകണം. വാദങ്ങളിൽ ഒന്ന് അതായിരുന്നു. ഞാൻ കൊടുത്തത് എനിക്കും കിട്ടണം, ഭാര്യയ്ക്ക് പിന്നെ ഭാര്യയിൽ നിന്ന് ഞങ്ങൾ എടുത്തത് കൊടുക്കാമെങ്കിൽ ഞങ്ങൾ ഭാര്യയ്ക്ക് കൊടുത്ത പവനും, അതായത് 58 പവൻ ഗോൾഡും എനിക്ക് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം, ഭാര്യ പുനർവിവാഹിതയായി, അതുകൊണ്ട് അവർക്ക് ചെലവിന് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനല്ല എന്നുള്ളതാണ് വാദം. ഈ രണ്ട് വാദവും കോടതി തള്ളിക്കളഞ്ഞു. ഈ ആദ്യം പറഞ്ഞതിൻ്റെ വാദം കോടതി തള്ളിക്കളഞ്ഞത് മുസ്ലിം ലാ അനുസരിച്ച് ഈ ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുത്ത ഏത് കാര്യവും തിരികെ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ കൊടുത്തത്, ഇത് മുസ്ലിം കുടുംബമാണ്, അതും കൂടി ഒന്ന് അടിവരയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുത്തത് തിരികെ വാങ്ങാനുള്ളതല്ല, അത് കൊടുത്തതാണ്. അതുകൊണ്ട് ആ മുസ്ലിം നിയമപ്രകാരം അത് തിരികെ ചോദിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ്. രണ്ടാമത് കോടതി ഇദ്ദേഹത്തിൻ്റെ വാദം നിരാകരിച്ചത്, ഈ ഭാര്യ വിവാഹമോചിതയാണെങ്കിലും അവർ പുനർവിവാഹം കഴിക്കുന്നത് വരെ ചിലവിന് കൊടുക്കാനുള്ള ബാധ്യത ഭർത്താവിന് ഉണ്ട്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് യാതൊരു തരത്തിലും നിയമപരമായി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് കൊടുത്ത് തന്നെ തീർക്കണം എന്നാണ് ഫാമിലി കോർട്ട് നൽകിയ ഉത്തരവ്. അപ്പം ഈ ഉത്തരവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴെങ്കിലും ഗോൾഡ് സംബന്ധിച്ചൊരു പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടായാൽ, എൻ്റെ ഗോൾഡ് തിരിച്ചു വരണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കോടതിയുടെ മുമ്പിൽ വന്നാൽ, കോടതി പറയുന്നത് പെറ്റീഷണറുടെ എപ്പോഴാണോ ഭർത്താവ് ഭാര്യയുടെ ഗോൾഡ് എടുക്കുമ്പോൾ എത്ര തുകയാണോ മാർക്കറ്റിലുള്ളത് ആ തുക കൊടുക്കാം എന്ന് വാദിച്ചാൽ അത് നിലനിൽക്കില്ല എന്നുള്ളതാണ്. ഇത് എടുത്തപ്പോൾ ഉള്ള മാർക്കറ്റ് വാല്യൂ അല്ല, മറിച്ച് പെറ്റീഷൻ കൊടുക്കുന്ന സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് കൊടുക്കേണ്ടതുണ്ട് എന്ന് തന്നെ കോടതി അടിവരയിട്ട് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണമിടപാടുകളൊക്കെ നടത്തുമ്പോഴും സ്വർണ്ണ കൈമാറ്റങ്ങൾ നടത്തുമ്പോഴും ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തുമ്പോൾ നമുക്ക് സുഖം, സന്തോഷം, സമാധാനം നമ്മളെല്ലാം ചെയ്യും. പക്ഷേ അതൊരു ലിറ്റിഗേഷൻ്റെ ലെവലിലേക്ക് വരുമ്പോഴാണ്, കോടതിയിൽ ഒരു കേസായി വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ എപ്പിസോഡ്. ഫാമിലി കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കേസുകൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകളുണ്ട്. അതൊക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്തരം വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.